കലോത്സവ വേദികളിലെ ദാഹം അകറ്റാൻ ഇത്തവണ കുടിവെള്ളം പകർന്നു നൽകുക തണ്ണീർ കൂജകളിൽ. മൺകൂജകളും ഗ്ലാസുകളുമാണ് പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം കലോത്സവ വേദികളിൽ ഉപയോഗിക്കുക. ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇത്തവണത്തെ കലോത്സവത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നായി മാറുകയാണ് ഈ മൺകൂജകൾ. ഇത് മൺകൂജകൾ. കലോത്സവ വേദികളിൽ ദാഹമകറ്റാൻ വെള്ളം പകർന്നു നൽകുക ഈ കൂജകളിലായിരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്ലാസ്റ്റിക് വിമുക്ത കലോത്സവത്തിന് വലിയ പങ്കുവഹിക്കാൻ മൺകൂജകൾക്ക് കഴിയും. പരിസ്ഥിതി സംരക്ഷണത്തിന് പുറമെ ആരോഗ്യ സംരക്ഷണവും എന്ന പ്രചാരണവും ഇതിലൂടെ പങ്കുവയ്ക്കുന്നു. വെൽഫെയർ കമ്മിറ്റിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യുക. കാരണം കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കും ഡെയിലി ഏകദേശം 10,000-ഓളം കാണികളാണ് നമ്മുടെ ഈ കലോത്സവം കാണുന്നതിനായി അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ മൺകൂജകൾ, അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട്, പ്ലാസ്റ്റിക് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് മൺകുടത്തിലാണ്, അതുപോലെ മൺ ഗ്ലാസുകളിലാണ് നമ്മൾ വെള്ളം വിതരണം ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പ്രകാരം മൺകൂജകൾ നമ്മളെ പഴയ ഒരു തലമുറയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അതിൽ മൺകൂജകൾ, തണ്ണീർ പൂജ എന്ന പദ്ധതിയോട് പേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് മൺകൂജകൾ കൊല്ലത്തേക്ക് എത്തിച്ചത്. 40 മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുമായി 500 മൺകൂജകളും 250 മൺ ജഗ്ഗുകളും 31 മൺ ഗ്ലാസുകളും കലോത്സവ വേദികളിൽ എത്തിച്ചു. നിർമ്മാണ കേന്ദ്രങ്ങളിൽ വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ നേരിട്ടെത്തിയായിരുന്നു ഗുണനിലവാരം ഉറപ്പുവരുത്തിയത്. ജനം, കൊല്ലം.